ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു. എന്താ മോനെ മാപ്പി ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കാന്ന് പറയില്ലേ, എന്നെ അല്ല എന്റെ ഫ്രണ്ട്സിനെയാണ്. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഭയങ്കര സങ്കടം. ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോട് ഇനി എന്ത് പറയാനാ? ഇദ്ദേഹം ഇട്ട പോസ്റ്റ് ചേർന്ന് വായിക്കാം. എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഈ 2 പെൺകുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആദിലെ നൂറയാണ്. എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? എന്തിനാണ് ഈ ദുഷ്ടത്തിൽ നീ എന്നോട് കാണിച്ചത്? പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ച് പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. കേട്ടില്ലേ, കഴുതയുടെ ബുദ്ധിയും പന്നിയുടെ ശരീരം. നിന്നെപ്പോലുള്ളവര് വർഗീയ കലാപം ഉണ്ടാക്കുന്ന നീ പറഞ്ഞല്ലോ, നിന്നെ പോലുള്ള പരമച്ചറ്റകൾ അതിനുവേണ്ടി നടക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അതേതായാലും നന്നായി. കുടുംബത്തിൽ പുറത്തോർ ഇങ്ങനെ തന്നെ ചെയ്യണം. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വന്ന ബുദ്ധിയെങ്കിലും വിളിച്ചേനെ. ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്തൊന്നും ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി. മാറ്റമില്ലാത്തവൻ ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത്. എന്നിലൂടെ, അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത്. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. അതെ, പട്ടണത്തിലുള്ളവരുടെ തല നിറച്ച് ബുദ്ധിയാണെന്നും ഗ്രാമത്തിലുള്ളവരുടെ തല നിറച്ച് കളിമണ്ണാണെന്നും വിചാരിക്കരുത്. വീട്ടുകാർ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചാവണോ? നിന്നെ ആർക്ക് വേണം? ഇനി എനിക്ക് നിങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാനോ ഞാൻ ആളല്ല. പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത്. സീനിയർ പറയാത്ത ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ആദ്യം നിന്റെ ഈ മരത്തല ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം, എന്നാലേ പ്രൊഫഷണൽ ഒരു പുള്ളിയും കിട്ടും. ഞങ്ങള് കാരണം ഇനി നിങ്ങൾ തമ്മിൽ വഴക്കു വേണ്ട. ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങിക്കോളാം. പോകേണ്ടത് നിങ്ങളല്ല, ഇവനാ. ഇവൻ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.